ശബരിമല യുവതി പ്രവേശന കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു നിരീക്ഷണം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന കോടതികൾക്ക് എങ്ങനെ പറയാനാകുമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് ഇന്ന് ആരാഞ്ഞത്. സാമൂഹിക പരിഷ്കരണം എന്ന പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാകില്ല എന്നും വാദത്തിന്റെ കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ നിർണായക നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് കോടതികൾക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. 9-അംഗ ഭരണഘടനാ ബെഞ്ചിനു മുൻപിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ വാദത്തിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം. ശബരിമല കേസിൽ പൊതു താൽപര്യ ഹർജി നൽകിയത് ക്ഷേത്രവുമായി ബന്ധമുള്ളവരല്ലെന്നും ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. ഇതിനോട് യോജിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് കോടതികൾക്ക് എങ്ങനെ വിധിക്കാനാകുമെന്ന ചോദ്യമുയരുമെന്ന് നിരീക്ഷിച്ചത്. അവിശ്വാസികളുടെ ഹർജിയിലാണ് ശബരിമല യുവതീ പ്രവേശന വിധിയെന്ന് ജസ്റ്റിസ് നാഗരത്ന വീണ്ടും വിമർശിച്ചു. സാമൂഹിക പരിഷ്കരണം എന്ന പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാകില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. കേസിൽ NSS ഉന്നയിച്ച വാദത്തിനെതിരെ ദേവസ്വം ബോർഡ് കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കണമെന്ന് ആ മതവിഭാഗമാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു NSS വാദം. ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അംഗീകരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ശബരിമലയിൽ യുവതീ പ്രവേശന വിലക്കുൾപ്പെടെ ആചാരങ്ങൾ പാലിക്കണമെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.